നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണശ്രീ, ന്യൂറോളജിസ്റ്റ്, കിംസ് ഹെൽത്ത്, ട്രിവാൻഡ്രം. എപ്പിലെപ്സി എന്ന ഒരു വിഷയം, അതായത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. നമുക്ക് അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സംശയം, എപ്പിലെപ്സി ഉള്ള ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. തീർച്ചയായും എപ്പിലെപ്സി അസുഖം അല്ലെങ്കിൽ സീഷർ ഉള്ള ആളുകൾക്ക്, അതിന് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് കല്യാണം കഴിക്കാം, കുട്ടികൾ ഉണ്ടാകുകയും ചെയ്യാം. നമുക്ക് അതിനെ പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ പ്രായത്തില് സീഷർ വരിക, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തിലൊക്കെ ആദ്യമായി സീഷർ വരിക എന്നുണ്ടെങ്കിൽ പാരന്റ്സ് ഒക്കെ വളരെയധികം ആങ്ഷ്യസ് ആയിരിക്കും. ഇത് നമ്മൾ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കുമോ, അല്ലെങ്കിൽ കല്യാണത്തിനെ അത് എഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇതൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനുള്ള ഉത്തരം എന്താന്ന് പറഞ്ഞാൽ, അസുഖത്തിനെ കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൃത്യമായിട്ട് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. മരുന്ന് തീർച്ചയായും കറക്റ്റ് അളവില് കൃത്യസമയത്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മരുന്ന് എടുത്തില്ലെങ്കിൽ നമുക്ക് സീഷർ ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ ജന്നി ഉണ്ടാകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഉറക്കം, നന്നായിട്ട് ഉറക്കമൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം കഴിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂറോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമ്മുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. ആണുങ്ങളായാലും ശരി, പെണ്ണുങ്ങളായാലും ശരി. എന്നിട്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പ്രഗ്നന്റ് ആകാൻ സാധ്യത ഉണ്ടെങ്കിൽ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ മരുന്നുകൾ, ചില മരുന്നുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചില മരുന്നുകൾ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറയ്ക്കും. അതായത് സീഷറിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഇന്ററാക്ഷൻ വരികയും അതിൽ നമ്മൾ ആ ഓറൽ കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുമ്പോൾ അതിന് അത്ര ഇഫക്റ്റീവായിട്ട് വരില്ല. മരുന്നിന് ഇഫക്റ്റീവ്നെസ് കുറയും, കോൺട്രാസെപ്ഷനും ഇഫക്റ്റീവ്നെസ്, ഗർഭനിരോധന മാർഗങ്ങൾക്കും ഇഫക്റ്റീവ്നെസ് കുറയും. അപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് എന്ത് വേണം എന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, അവർ കല്യാണം കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ പ്ലാൻ ചെയ്യുമ്പോൾ പിന്നെ ചില മരുന്നുകൾ എടുക്കുന്നവർ വളരെയധികം കെയർഫുൾ ആണ്. കാരണം ചില മരുന്നുകൾ കുഞ്ഞുങ്ങൾ വയറ്റിലാകുമ്പോൾ തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഡിഫക്റ്റ് വരാൻ ചാൻസ് ഉള്ള ചില മരുന്നുകളുണ്ട്. അപ്പൊ ആ മരുന്നുകൾ പിന്നെ മൊത്തത്തിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ മിനിമൽ ഡോസിലേക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം അത് ഒന്ന് ഡിസ്കസ് ചെയ്താൽ കൊള്ളാം. പിന്നെ ഫോളിക് ആസിഡ് തുടങ്ങിയ മരുന്നുകൾ, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് മാതിരിയുള്ള അവസ്ഥകൾ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് ഈ ഫോളിക് ആസിഡ് എന്ന മരുന്ന് കൊടുക്കുന്നത് അത്യാവശ്യമായിരിക്കും. അത് അമ്മയാകാൻ പോകുന്ന കുട്ടി കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ല, ചില മരുന്നുകൾക്ക് ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. പിന്നെ അതിന് അനുബന്ധ അസുഖങ്ങൾ മറ്റത് എന്തെങ്കിലും ഉണ്ടോ, ലിവറിന്റെ അസുഖങ്ങള്, കിഡ്നിയുടെ അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതിനനുസരിച്ചുള്ള മരുന്നിന്റെ ഡോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. പിന്നെ പ്രഗ്നൻസി തീർച്ചയായും ആകാം. പ്രഗ്നൻസി തീർത്തും അവോയ്ഡ് ചെയ്യേണ്ട വളരെ റെയർ കണ്ടീഷൻസേ ഉള്ളൂ. പക്ഷെ പ്രഗ്നൻസി തീർച്ചയായും അഡ്വൈസ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. അതിൽ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഇതൊക്കെയാണ്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞതിന് ശേഷം കൃത്യമായി ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്യേണ്ടി വരും. എല്ലാ മാസവും ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുമ്പോൾ ഇടയ്ക്ക് ന്യൂറോളജിസ്റ്റിനെയും കൂടെ കാണേണ്ടി വരും. അതായത് നമുക്ക് ജന്നി വരാതിരിക്കാൻ നോക്കണം. അപ്പൊ ഈ പ്രഗ്നൻസി ആവുന്ന അവസരത്തിൽ നമ്മുടെ പിന്നെ വെള്ളാംശം നമ്മുടെ ശരീരത്തിൽ കൂടുകയും അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ഈ ഡ്രഗിന്റെ ലെവലൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. ചില ഡ്രഗിന്റെ ലെവൽ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പം നമ്മൾ സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ വല്ലതും അതിന്റെ ഡോസ് കൂട്ടുക, പിന്നെ അത് കഴിയുമ്പോൾ തേർഡ് ട്രൈമിസ്റ്റർ ആകുമ്പോഴത്തേക്കും അത് കഴിയുമ്പോൾ ഡോസ് കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. രണ്ട് രീതിയിലും അത് നോക്കേണ്ടി വരും. അത് ഓരോ മരുന്നുകൾക്ക് ഡിഫറെന്റ് ആണ്. ഇനി ചില മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അതും നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ മറ്റൊന്ന്, പിന്നെ ഫോളിക് ആസിഡ് കഴിക്കേണ്ടത് തീർച്ചയായും അത്യാവശ്യമാണ്. അത് നമ്മൾ പ്രഗ്നൻസിയുടെ ടൈം മുമ്പ് തന്നെ കൊടുക്കും, പിന്നെ അതിന് ശേഷവും കൊടുക്കും. പിന്നെ ചില മരുന്നുകൾ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ വൈറ്റമിൻ കെ എടുക്കേണ്ടി വരും, ബ്ലീഡിങ് അബ്നോർമാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ.
ഇനി അത് കഴിഞ്ഞ് നമ്മള് ഈ അൾട്രാസൗണ്ട് എടുക്കും. പിന്നെ AFP എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. 14 to 16 വീക്സിലൊക്കെ AFP എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. അത് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടോന്ന് ബ്ലഡിലെ ഒരു ടെസ്റ്റ് ആണ്. അൾട്രാസൗണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ കുറച്ച് ടെസ്റ്റുകൾ റെക്കമെൻഡഡ് ആണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രഗ്നന്റ് ആയി, പിന്നെ പ്രഗ്നൻസിയുടെ സ്റ്റേജ് ആയി, അവസാനമായി. അപ്പം ചിലപ്പോൾ കഴിക്കുന്ന ഈ മെഡിസിൻസ് കുറച്ചുകൂടെ ഡോസ് ചിലപ്പോൾ ആ ലേബറിന്റെ ടൈമിൽ വല്ലതും കൊടുക്കേണ്ടി വരും. പിന്നെ വജൈനൽ ഡെലിവറി, നമ്മൾ നോർമൽ ഡെലിവറി ഇല്ലേ, സുഖപ്രസവം എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിയാണ് അഡ്വക്കേറ്റഡ്. സെറിയൻ സെക്ഷനൊക്കെ നമ്മൾ വളരെ അത്യാവശ്യമാണെങ്കിലാണ് പറയാ. അപ്പൊ അതില് പിന്നെ ഡെലിവറി ആകുമ്പോൾ മരുന്നുകൾ നമ്മൾ കെയർഫുള്ളി മോണിറ്റർ ചെയ്യണം. സീഷർ വരുന്നുണ്ടോ? അപ്പം സീഷർ വരുവാണെങ്കിൽ കുഞ്ഞിന് അമ്മയ്ക്കും ഹൈപ്പോക്സ്, കുഞ്ഞിന് എസ്പെഷ്യലി ഓക്സിജന്റെ ലെവൽ കുറയും സീഷർ വരികയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒന്നും സംഭവിക്കാനേ പാടില്ല. അപ്പൊ തീർച്ചയായും മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയും കെയർഫുൾ ആയിട്ട് ഡെലിവറി പീരീഡ്, പാർട്ടം പീരീഡ്, ഡെലിവറിയുടെ ആ ടൈം വളരെ കെയർഫുൾ ആയിരിക്കണം. അത് കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം പീരീഡ് ഉണ്ട്, അതായത് ഡെലിവറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പീരീഡ് ഉണ്ടല്ലോ. കുഞ്ഞിനെ നമ്മൾ ഓക്സിജൻ ലെവലൊന്നും കുറയാൻ പാടില്ല, ഗ്ലൂക്കോസ് അങ്ങനത്തെ ലെവലൊക്കെ ചെക്ക് ചെയ്യണം, അമ്മയ്ക്കും പ്രോപ്പർ കെയർ കൊടുക്കണം. സീഷർ വരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ നമ്മൾ എടുക്കണം. അപ്പൊ അത് കഴിഞ്ഞ് കുഞ്ഞിനും ആവശ്യമുള്ള, ഇപ്പൊ ചിലപ്പോൾ വിറ്റമിൻ കെ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമ്പോൾ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വളരെയധികം നമ്മൾ കെയർഫുൾ ആയിട്ടാണ് നോക്കേണ്ടത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ പിന്നെ അമ്മയ്ക്ക് കുഞ്ഞു ഉറങ്ങാത്തത് കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമല്ലോ. അപ്പം അത് ചിലപ്പോൾ സീഷർ റെസിപ്റ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അമ്മയ്ക്കൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള ഒരു അവസരം കൊടുക്കണം. അപ്പം കുഞ്ഞിനും ബുദ്ധിമുട്ട് വരാതെ. പിന്നെ മരുന്നുകൾ, ആ സമയം കഴിക്കുന്ന മരുന്നുകൾ, നമ്മൾ കഴിക്കുന്ന മരുന്നുകളായിട്ട് ഒരു ഇൻട്രാക്ഷൻ പാടില്ല. അപ്പൊ അതൊക്കെ ന്യൂറോളജിസ്റ്റുമായിട്ടൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കഴിക്കുന്ന മരുന്നുകൾ പിന്നെ ആ സമയം കുറച്ച് ലേഹ്യം അങ്ങനെ കൊടുക്കുമ്പോൾ അത് കുറച്ച് ഇൻട്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും ഒരു സീഷറിന് കഴിക്കേണ്ട മരുന്നുകൾ ഡോക്ടർ പറയുന്ന അനുസരിച്ച് കറക്റ്റ് ആയിട്ട് കഴിക്കാം. അപ്പൊ അത് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ അത്യാവശ്യമാണ്. ഞാനിപ്പോ സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്, പുരുഷന്മാരുടെ കാര്യവും വ്യത്യസ്തമല്ല. അവർക്കും സംശയങ്ങൾ ഉണ്ടാവാം, നമുക്ക് ഫെർട്ടിലിറ്റി കാരണം ഉണ്ടാവും, വളരെ കുറവാണ് റേറ്റ്. പക്ഷെ എന്നിരുന്നാലും കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, പിന്നെ ഡോക്ടറെ സമീപിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. നമ്മുടെ കല്യാണത്തിന് മുമ്പും അതിനുശേഷം പ്രഗ്നൻസി അത് പ്ലാൻ ചെയ്യുന്ന സമയത്തും ഒക്കെ ഡോക്ടറുടെ അഡ്വൈസ് തേടാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമുക്ക് കുഞ്ഞിന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ സീഷറുള്ള ഏതൊരാൾക്കും പ്രോപ്പർ കെയർ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. താങ്ക് യു.